എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങ വെച്ചിട്ട് ഒരു കറിയാണ് കേട്ടോ. ഒരു മാങ്ങയുടെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മാങ്ങേൻ്റെ റെസിപ്പീൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇത് ഉണ്ടാക്കുന്നത് അങ്കമാലി മാങ്ങാക്കറിയാണ് കേട്ടോ. അങ്കമാലി മാങ്ങാക്കറി എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കറി മാങ്ങ വെച്ചിട്ട് വേറൊരു തരം കറിയാണ് വെക്കൽ. ഇതിപ്പോൾ അങ്കമാലി മാങ്ങാക്കറി എങ്ങനെ വെക്കുക നമുക്ക് നോക്കാം. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. സവാള നീളത്തിലരിഞ്ഞത് നൈസായിട്ട് അരിഞ്ഞ് വെക്കണം. മാങ്ങയും ഒരു മാങ്ങ എടുത്തിരിക്കും ഇങ്ങനെ നീളത്തിൽ തന്നെ അരിഞ്ഞ് വെച്ചത്. ഇഞ്ചി, പിന്നെ കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇതെല്ലാം കൂടി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടൊരു 5 മിനിറ്റ് നേരം ഇതെല്ലാം കൂടി തിരുമ്മണം കേട്ടോ. ആദ്യം ഇതിലേക്ക് ഇടാം. സവാള, ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, മാങ്ങ അവിടെ ഇരിക്കട്ടെ. ഇതിലേക്കെല്ലാം പൊടികളിടണം. ആവശ്യത്തിനുള്ള മാങ്ങയിലേക്ക് ഉള്ള ഉപ്പ്, ആദ്യം കുറച്ച് ഉപ്പിടാം. ഒരു 1/2 സ്പൂൺ ഉപ്പിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു 3/4 സ്പൂണ്. മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി, വെളിച്ചെണ്ണയും കൂടി ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തിരുമ്മി വെക്കണം. 5 മിനിറ്റോളം ഇങ്ങനെ തിരുമ്മി വെക്കണം കേട്ടോ. ഇതും അതേപോലെ അവരുടെ കല്യാണങ്ങളുടെയൊക്കെ തലേ ദിവസം ആൾക്കാർക്ക് കൊടുക്കുന്ന കറിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ പിന്നെ കല്യാണത്തലേന്നൊക്കെ കാറ്ററിങ്ങും ഒക്കെ അല്ലേ, ഒക്കെ ഉണ്ടോ അറിയില്ല. അതൊന്നും ഇവിടെയൊന്നും ഇല്ല. തിരുമ്മി ഏകദേശം ഒരു 5 മിനിറ്റോളം തിരുമ്മി വെച്ചിട്ട് ഇത് തേങ്ങ വേണം കേട്ടോ. തേങ്ങ ഞാൻ ഇപ്പോൾ ഇത് കുറച്ച് എടുത്തിട്ടുണ്ട്. കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാൽ എടുക്കണം. ഏകദേശം കുറേ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാങ്ങ ഇതിലേക്ക് ഇടാം. മാങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. മാങ്ങയും കൂടി ഒന്നിച്ച് തിരുമ്മി കഴിഞ്ഞാൽ അതങ്ങനെ പൊട്ടിപ്പോകും. അതുകൊണ്ട് ഉള്ളി ഇതൊക്കെ നന്നായിട്ട് തിരുമ്മിയ ശേഷം മാങ്ങ ഇട്ടാൽ മതി. ഇതുകൂടെ ഒരു 10 മിനിറ്റ് നേരം വെക്കണം. അപ്പോഴേക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ട് വരാം കേട്ടോ. തേങ്ങാപ്പാൽ കുറച്ച് ഉപ്പും ചെറിയ ചൂടുവെള്ളവും കൂടി ചേർത്ത് അരച്ച് വേഗം എടുക്കുക. പെട്ടെന്ന് തേങ്ങാപ്പാൽ കിട്ടുന്നതാണ്. ഇതെല്ലാം കൂടി ഇവിടെ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇത് തേങ്ങാപ്പാൽ എടുത്തിട്ട് വരാം. ഇതൊരു 10-15 മിനിറ്റോളം ഞാൻ വെച്ചതാണ് കേട്ടോ. കുറച്ചേ ഉള്ളൂ മാങ്ങ, ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ. തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, 2ാം പാല്, ഇത് 1ാം പാല്. ഇനി നമ്മൾ ഈ മാങ്ങ സ്റ്റൗ കത്തിക്കുകയാണ്. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനൊന്ന് ചൂടാവട്ടെ. ഈ തേങ്ങാപ്പാൽ എടുക്കൽ മാത്രമേ ഇതിനൊരു പണിയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ കോക്കനട്ട് പൗഡർ കിട്ടാണ്ടല്ലോ, മാഗിൻ്റെ ഒക്കെ. അത് വേണമെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിക്കുക. പക്ഷെ നമ്മുടെ റിയൽ ടേസ്റ്റ് പറഞ്ഞിട്ട് ഇങ്ങനത്തെ തേങ്ങാപ്പാൽ തന്നെ എടുക്കണം. എളുപ്പത്തിന് അതും ചെയ്യാം. ഇത് പിന്നെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, മാങ്ങയുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളൂ. ഈ മിക്സ് ചെയ്ത് വെച്ച മാങ്ങ ഇതിലേക്ക് ഇടുക. മാങ്ങ, സവാള എല്ലാം ചേർത്തത് ഇതിലേക്ക് ഇടുന്നു. ഇത് നമുക്ക് ഈ 2ാം പാലിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. അത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേവണം. മാങ്ങ പിന്നെ വേഗം വേവുമല്ലോ. വേവട്ടെ. ഇവിടെ
വെന്തിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഇടാം. അതിൽ ഉപ്പൊക്കെ പാകമാണ്. നമുക്ക് ഒന്നാം പാല് ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ ഒന്ന് ചൂടായാൽ മതി. അത് ഈ ചൂടിൽ തന്നെ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഗ്രേവിയിൽ വേണ്ടവർക്ക് ഗ്രേവിയിൽ എടുക്കാം. അത് ഗ്രേവി ഉണ്ട്. ഒന്ന് ചൂടായാൽ മതി. ഇപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് വറവിടണം. ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടി. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടിട്ടുണ്ട്. 2-3 വറ്റൽമുളക് ഇടണം. വറ്റൽമുളക് ഇത്തിരി ഇടണം. നമുക്ക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി കറിവേപ്പിൻ്റെ ഇല, ഉള്ളിയൊക്കെ ഏകദേശം മൂത്തിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ഒഴിക്കാം. ഈ ഒരു പാത്രത്തേക്ക് ആക്കിയിട്ട് അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. Bye.